ധനവകുപ്പും നിയമവകുപ്പും കൈവശം വെച്ചിരിക്കുന്നു എന്ന രാഷ്ട്രീയ വിമർശനത്തിന് കൂടി മുഖ്യമന്ത്രി മറുപടി നൽകി. വകുപ്പ് കൈകാര്യം ചെയ്യണമെന്ന് എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു വകുപ്പ് എടുക്കരുതായിരുന്നു എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടത്. ഞാനതാണ് ഞങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞത്. ഞാൻ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. സാധാരണ മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട കുറെ വകുപ്പുകളുണ്ട്, ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും. അതൊഴിച്ച് ആഭ്യന്തരവും വേണ്ട, ഫിനാൻസും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് സമ്മതിച്ചില്ല. ഫിനാൻസ് നിർബന്ധമായി മുഖ്യമന്ത്രി എടുക്കണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. നിർബന്ധമായി എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഫിനാൻസ് എടുത്തത്, അല്ലേ? ഞാൻ പോർട്ട് കൊടുത്തു. പോർട്ട് എന്താ എടുക്കാൻ കാര്യം? പോർട്ട് എന്റെ ഡ്രീം പ്രോജക്റ്റാണ്. ഈ സർക്കാരിന്റെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റ് പോർട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാവുമ്പോഴാണ് അതിന്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുള്ളൂ. വകുപ്പ് എടുക്കുന്ന അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. എന്തൊരു വില കുറഞ്ഞ വർത്തമാനമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അദ്ദേഹം ഇരിക്കുന്ന ആ കസേരയ്ക്ക് യോജിക്കാത്ത വർത്തമാനമാണ് ബഹുമാനപ്പെട്ട, എനിക്ക് വിഷമമുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്റെ മറു ചോദ്യമാണ്, ആരുടെയെങ്കിലും നിന്നും കൈനീട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്, അല്ലെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? എന്റെ മറു ചോദ്യം. അതിന് മറുപടി പറയട്ടെ. IT എന്തിനാ കയ്യിൽ വെച്ചത്? എന്തിനാ IT കയ്യിൽ വെച്ചത്? പിണറായി വിജയൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇത്ര പറയുള്ളൂ. ഞാനായതുകൊണ്ട് ഞാൻ അതിന്റെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറയില്ല. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഏറ്റവും കൂടുതൽ ആരോപണം കേട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ MSCയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ളത്. അത് പാർട്ടിയിൽ നിന്ന് കൂടി ആഭ്യന്തരമായി കൂടി വലിയ വിമർശനം VD സതീശന് നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ്. അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ വിവാദങ്ങൾ അവസാനിക്കുമോ അതോ ഇനിയും ബാക്കിയാകുമോ? രേണുക, പ്രതിപക്ഷത്തിന് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വന്ന സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇന്ന് VD സതീശൻ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ ഓഹരി കൈമാറ്റത്തിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. PJ കുര്യൻ പരസ്യമായി തന്നെ അത് പല കാര്യങ്ങളിലും സംശയമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ആരോപണങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറയുന്നു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓഹരി കൈമാറ്റം താൻ അറിഞ്ഞിട്ടില്ല, അറിയാത്തത് കൊണ്ട് തന്നെയാണ് നിയമസഭയിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അന്ന് വൈകുന്നേരമാണ് തനിക്ക് അദാനി കമ്പനിയുടെ കത്ത് കിട്ടിയത്. ഏതായാലും ഓഹരി കൈമാറ്റം നടന്നു എന്ന് ചില പ്രചരണങ്ങളുണ്ട്, എന്നാൽ നടന്നിട്ടില്ല. അത് നടക്കണമെങ്കിൽ ഈ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ ഉടമകൾ സർക്കാരാണ്. സർക്കാരിന് അനുമതിയില്ലാതെ ഓഹരി കൈമാറ്റം സാധ്യമല്ല. അതിനെക്കുറിച്ച് പഠിക്കാനാണ് ഇപ്പോൾ സർക്കാർ ഒരു എംപവേർഡ് കമ്മിറ്റി, നേരത്തെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട എംപവേർഡ് കമ്മിറ്റി സർക്കാർ തീരുമാനിച്ചിരുന്നു. ആ കമ്മിറ്റി ഈ കാര്യങ്ങൾ കൂടി പരിശോധിക്കും. അതിനുശേഷം മാത്രമാകും അത്തരം നടപടികളിലേക്ക് കടക്കുക. മറ്റൊന്ന്, ഒരു ആശങ്ക വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് ഈ ഓഹരി കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ MSCക്ക് മാത്രമായി വിഴിഞ്ഞം തുറമുഖത്തിലെ ഇടപാടുകൾ മാറുമോ? അവിടെ ട്രാൻസ്ഷിപ്മെൻ്റ് അടക്കമുള്ള നടപടികൾ MSCയുടെ കുത്തകയായി മാറുമോ എന്ന സംശയം, ആശങ്കകൾ ഉയർന്നു വന്നു. അങ്ങനെ കുത്തകയാക്കാൻ കഴിയില്ല, അത് കൺസെഷൻ കരാറിൽ വ്യക്തമായി പറയുന്നുണ്ടെന്ന് കൂടി VD സതീശൻ വ്യക്തമാക്കുന്നു. ഏതായാലും ഓഹരി കൈമാറ്റം സാധ്യമാണോ അല്ലയോ എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി പറഞ്ഞില്ല. പക്ഷേ അത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നടക്കൂ. സംസ്ഥാന താല്പര്യം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു ഇടപാടിനും ഈ സർക്കാർ കൂട്ടുനിൽക്കില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയമായ വിമർശനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായി. മാധ്യമങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം എന്താണ് തെറ്റ് ഈ വിഷയത്തിൽ സർക്കാർ ചെയ്തെന്ന ചോദ്യം മുന്നോട്ട് വച്ചത്. മാത്രമല്ല പല കാര്യങ്ങളിലും ഏകപക്ഷീയ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി എടുക്കുന്ന വിമർശനങ്ങൾ, എവിടെയാണ് താൻ അത്തരം തീരുമാനങ്ങൾ എടുത്തതെന്ന ചോദ്യം കൂടി മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് ചോദിച്ചു. ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ അത് അദ്ദേഹം ചോദിക്കുന്നത് പ്രതിപക്ഷത്തോടും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റമടക്കം ഉയർന്നു വന്ന വിമർശനങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടിയായി കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.